ഒന്നും ആയിട്ടില്ല, വേണ്ട വിട്ട് കളയാനുള്ളതേ ഉള്ളൂ. പക്ഷേ അത്രയും എഫേർട്ട് എടുത്ത് വന്ന് നിന്ന് എന്നെ അന്ന് ആ ഒരു ക്രൈസിസ് നിന്ന് ദാസേട്ടൻ രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ പറയണം. അത് ആദ്യത്തെ ആയിരുന്നു സോങ്? ദാസേട്ടൻ്റെ ഒപ്പമുള്ള ആദ്യത്തെ പാട്ടുകളിൽ ഒന്ന്. ഓ, ആ ഫസ്റ്റ് റെക്കോർഡിംഗ് അല്ല, ഫസ്റ്റ് റെക്കോർഡിംഗ് മറ്റേ പ്രണയവസന്തം തളിരണിയുമ്പോൾ, അതാണ് ആദ്യമായിട്ട് പാടിയത്. ഇത് അതിനുശേഷം ട്രിവാൻഡ്രത്ത് നടന്നൊരു റെക്കോർഡിങ്. പിന്നെയാണ് ഞാൻ ചെന്നൈക്കൊക്കെ പോകുന്നത്. ചേച്ചി 2 വരി പാടിയപ്പോഴേ കഞ്ഞി പാടുമല്ലേ? എനിക്കിഷ്ടം. ശ്രുതിയൊന്നും വരൂല, സംഗതിയൊന്നും വരൂല. ചിത്ര ചേച്ചി, ഒരാള് ചിത്ര ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ഭയങ്കര ഗൗരവത്തോടെയാണ് ചോദിച്ചിരിക്കുന്നത്. അയ്യോ, ആരാണാവോ? ദാസേട്ടന്റെ മകൻ വിജയ് യേശുദാസ്. ചേച്ചി എന്തുകൊണ്ട് പ്രോഗ്രാമിന് വിളിക്കുന്നില്ല? വിജയനെയൊക്കെ കണ്ട കുട്ടിക്കാലം മുതലേ അറിയാത്തല്ലേ? ഭയങ്കര കുറുമ്പനാണല്ലേ? കുറുമ്പന കളി ഇപ്പോഴും വിട്ടിട്ടില്ല. ആ ഒരു കളിക്കുട്ടി എന്നുള്ളൊരു അതുണ്ടല്ലോ, ഇപ്പോഴും വിജയൻ എനിക്ക് കാണുമ്പോഴൊക്കെ എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്. ഞാൻ ഇന്നലെ ഓൾറെഡി ഇപ്പം നമുക്കിപ്പോൾ എൻ്റെ കൂടെ സ്ഥിരമായിട്ട് പാടുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ അവരുടെ അടുത്ത് എന്ത് പറയും? അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അതൊന്ന് പക്ഷെ സ്നേഹത്തോടെയാണ് പറഞ്ഞത്. അപ്പൊ വിജയ് ഇത് പറയുകയും ചെയ്തു, കുറേ പുതിയ ആൾക്കാർക്കും ആർട്ടിസ്റ്റുകൾക്ക് ചേച്ചി അവസരം നൽകുന്നുണ്ട് സ്റ്റേജ് പെർഫോമൻസസിലൂടെ. അപ്പൊ അതുകൊണ്ട് വിജയൊക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് അല്ലേ, അവർക്കിപ്പം വിജയനൊന്നും എൻ്റെ ഒരു അങ്ങനെ ഒരു ഹെൽപ്പ് ആവശ്യമില്ലാത്തൊരു സ്റ്റേറ്റസിലുള്ള ആളല്ലേ. അതാണ് ഞാൻ കുട്ടിക്കാലത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 9 years. ആദ്യം പാടിയത് ചേച്ചി 5 yearsലായിരുന്നു അല്ലേ? പിന്നെ കോറസിന്റെ ഭാഗമായിട്ട് ഓർമ്മയുണ്ടോ? അല്ല, 5 years പാടിയത് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൃഷ്ണൻ ഈ നമ്മുടെ കൃഷ്ണാഷ്ടമിക്ക് ഇതില്ലേ സംഗീത ശില്പമുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ നമ്മൾ TV സീരിയലൊക്കെ കാണുന്ന പോലെ അന്ന് റേഡിയോയിൽ കൃഷ്ണൻ്റെ കഥ മുഴുവൻ ഇങ്ങനെ പാട്ടായിട്ട്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കുലയോ മമ പുണ്യകർമ്മത്തിൻ കൊടുമയോ പോകാം പോകാം എന്നൊക്കെ വരും. അത് ഞാൻ പാടിയ പോർഷൻ അല്ല, ഞാൻ പാടിയ സംഗീത ശില്പത്തിൽ സുശീലദേവി ടീച്ചർ, KP വിജയ മാം, പട്ടണക്കാട് പുരുഷോത്തമൻ സാർ, അവരൊക്കെയാണ് അന്ന് ലീഡായിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സിന് വേണ്ടി പാടുന്നത്. ഞാനിപ്പോൾ 2 വയസ്സുള്ള കൃഷ്ണന് വേണ്ടി എൻ്റെ പേര് കണ്ണനുണ്ണി, എനിക്ക് വയസ്സു 2 എൻ്റെ കാലിലെ പാദസരം പോലെ എനിക്ക് ചിരിക്കാൻ അറിയാമെന്നാണ് വരികൾ, മറന്നുപോയി. ഇതാണ് എൻ്റെ വരി. അന്ന് 2 വരി മാത്രം. അപ്പോൾ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ രാധാകൃഷ്ണൻ എന്നെ എടുത്തോണ്ട് പോയിട്ടാണ് അതെ പാടിപ്പിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും, ബീന ചേച്ചി, എൻ്റെ ചേച്ചി പറഞ്ഞിട്ടുള്ള അറിവാണ് എനിക്ക്. അപ്പോൾ എല്ലാവരും എന്നെ എടുത്തോണ്ട് പോകുന്ന കണ്ടപ്പോൾ ബാക്കി അവിടുത്തെ റേഡിയോ സ്റ്റേഷനിലെ മറ്റുള്ള സ്റ്റാഫൊക്കെ ചോദിച്ചു, ഓമനക്കുട്ടിയുടെ മോളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ